അസ്സലാമു അലൈക്കും. ഇന്ന് ഏർലി മോർണിംഗ് കിച്ചണിൽ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് 7:45 മോള് പോകട്ടോ. അപ്പോഴത്തേക്ക് ചോറുണ്ടാക്കി എടുക്കണം. അപ്പോൾ ഞാൻ നിസ്കരിക്കാൻ എണീറ്റ് ആ ഒരു സമയത്ത് തന്നെ നത്തിൽ കട്ട് ചെയ്തിട്ടൊന്നുമില്ല, അങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചത്. അതെടുത്ത് പുറത്ത് വെച്ച് ഐസ് പോകാനായിട്ട്. പിന്നെ ചായ ഉണ്ടാക്കി. അപ്പോൾ പച്ചക്കറിയെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് ഞാൻ എവിടെ പരിപാടി അവതരിപ്പിക്കുമ്പോൾ സംഭവം ഇതാ എപ്പോഴും ഉണ്ടാവുക. ഇതൊരു ടൈം കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു നിങ്ങൾക്ക് എത്ര മണിക്കാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഫോണ് പറയുന്നത് വേണ്ടാന്നാണ്, സമയം കാണിക്കണ്ട. കുറേ സമയം ട്രൈ ചെയ്ത് നോക്കി, പക്ഷേങ്കിൽ അത് ബട്ടൺ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ടൈം വരുന്നില്ല. സോറി കേട്ടോ. അങ്ങനെ ഞാൻ അതൊക്കെ ചായയൊക്കെ കുടിച്ച് വെജിറ്റബിളെല്ലാം കട്ട് ചെയ്യാൻ ഹസ്ബൻഡിന് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. കാരണം ഫിഷ് കട്ട് ചെയ്യണം, തേങ്ങ ചിരകിയെടുക്കണം. 7:45 ഇത്രയും കാര്യങ്ങളായിരിക്കും മോക്ക് ലഞ്ച് കൊടുക്കണം. കല്യാണമോട് കല്യാണം, എന്താ പറയണ്ടേ, കുറേ ദിവസമായി മട്ടൻ ബിരിയാണി കഴിച്ച് നമ്മളൊരു സൈഡായി. ഇനിയിപ്പോൾ എന്തായാലും സാദാ ചോറൊന്ന് ഉണ്ടാക്കിയിട്ട് ഫുൾ ഫങ്ഷനാണ് ഫാമിലിയിൽ. അങ്ങനെ പൂച്ച ആരാ തുറക്കുക എന്നുള്ള ഇങ്ങനെ കാത്തിരിക്കുന്നത്. ഞാൻ തുറന്നപ്പോൾ ചാടി. പിന്നെ അങ്ങനെ ഞാൻ തേങ്ങ ഉരിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ എനിക്ക് പേടിയുണ്ട് കേട്ടോ. അധികം വെളിച്ചം വന്നിട്ടില്ല, ഇതിൻ്റെ ഉള്ളിൽ ലൈറ്റ് ഉണ്ട്. പക്ഷേ സ്വിച്ച് ഉമ്മ എൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ നിന്നിടണം. പക്ഷേ ഉമ്മയും ഉപ്പയൊന്നും എഴുന്നേറ്റിട്ടില്ല. അപ്പോൾ അവരെ വിളിച്ച് ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ പേടിച്ച് കയറുകയാണ്. ഇനിയൊന്നൊരു തേങ്ങ എടുത്തിട്ട് ഉരിച്ചെടുക്കണമല്ലോ, പാമ്പെങ്ങാനും ഉണ്ടാവുമെന്നാണ് എൻ്റെ ചിന്ത. അപ്പോൾ ഇങ്ങനെ സൈഡിലൊക്കെ നോക്കി പതുക്കെ പോയി ഞാൻ ഉരിച്ചെടുക്കുന്നുണ്ട്. തേങ്ങ ചെരുകിയത് സ്റ്റോക്കില്ല, മീൻ മുറിച്ചത് സ്റ്റോക്കില്ല, പച്ചക്കറിയെല്ലാം കട്ട് ചെയ്യണം. A to Z കാര്യങ്ങൾ ചെയ്തെടുക്കാനുണ്ട്. ബ്രേക്ക്ഫാസ്റ്റും ഉണ്ടാക്കണം, ലഞ്ചും ഉണ്ടാക്കണം. കാരണം നമുക്ക് 10 മണിക്കേക്ക് ക്ലീനിങ്, മൊത്തത്തിലുള്ള ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞ് നമുക്ക് പല പണികളുമുണ്ട്. അതുകൊണ്ട് തന്നെ സാദാ ചോറ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വലിയ ടാസ്ക്കാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് എന്തായാലും ഉണ്ടാക്കുന്നുണ്ട്, അപ്പോൾ മോക്ക് ലഞ്ചിനേക്ക് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ തേങ്ങ ഉരിച്ച് കഴിഞ്ഞ് ഇനി ചിരണ്ടി ഈ നത്തലും കട്ട് ചെയ്തിട്ട് ഞാൻ പിടിയെന്ന് പറഞ്ഞിട്ട് കിച്ചണിലേക്ക് ഓർഡർ ഇട്ടു. അപ്പോൾ ക്യാമറ എല്ലാം ഓഫ് ചെയ്തിട്ട് സ്പീഡായിട്ടാണ് ചെയ്തത് കാര്യങ്ങൾ. അപ്പോൾ പോകുന്ന സമയത്ത് ചോറിൻ്റെ വെള്ളം വെച്ച് ഞാൻ അരിയിട്ടിട്ടാണ് പോയത്. കാരണം ഈ ചോറ് വേവാൻ അത്യാവശ്യം നല്ല സമയം എടുക്കുന്നുണ്ട്. അത് നേരത്തെ കാണിക്കാൻ മറന്നിട്ട് ഞാൻ ചായ കുടിക്കുന്ന സമയത്ത് വെള്ളം വെച്ച് ചായ കുടിച്ച് കഴിയുമ്പോഴത്തേക്ക് വെള്ളം തിളച്ച്, അപ്പോൾ അതിലേക്ക് അരി ഇട്ട് ഞാൻ പുറത്തേക്ക് ഓടിയത്. ഹസ്ബൻഡ് വരുമ്പോഴത്തേക്ക് എല്ലാം കട്ട് ചെയ്ത് വെച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈസി ആയിട്ടുണ്ട്. അല്ലാണ്ട് ഞങ്ങൾക്ക് മീൻ ഈ നെത്തൽ നിങ്ങൾക്കറിയാലോ, ചെറുത് മുറിച്ചെടുക്കാൻ ഭയങ്കര പണിയല്ലേ. അപ്പോൾ പിന്നെ ഞാൻ വെണ്ടയ്ക്കേൻ്റെ വറുത്തരച്ചിട്ട് കറി വെക്കുന്നത്, നെത്തൽ ഫ്രൈ ആക്കുന്നുണ്ട്, ബീട്രൂട്ട് തോരൻ, ഇത്രയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. നെത്തൽ കുറച്ച് മുളകിട്ട കറിയും വെക്കുന്നുണ്ട്. നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല തേങ്ങ ദോശ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട്. അപ്പോൾ ഒരു കറി മതി. ഈ മീൻ കറി കൊണ്ട് തന്നെ രാവിലത്തെ ദോശക്ക് കറിയായി. പിന്നെ ഉച്ചക്കത്തെ ആ വെണ്ടക്ക കറി കൊണ്ട് നമുക്ക് രാത്രിയൊക്കെ ചപ്പാത്തി കുഴിക്കറി, അതുകൊണ്ടാണ് വറുത്തരച്ചിട്ട് വെക്കുന്നത്. വറുത്തരച്ച് വെച്ചാൽ രാത്രി ഇനിയിപ്പോൾ ചപ്പാത്തി ചൂടാം, അല്ലെങ്കിൽ ഒരു പാക്കറ്റ് വാങ്ങിക്കാം, എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പോൾ 3 നേരത്തെ ഫുഡ് എൻ്റെ ഓൾറെഡി ഈ ഒരു ടൈമിനുള്ളിൽ ആവുമല്ലോ. അതാണ് ഞാനെപ്പോഴും അങ്ങനെ പ്ലാൻ ചെയ്യുക. കാരണം നല്ല ടേസ്റ്റ് ആട്ടോ വെണ്ടക്ക. കുട്ടികൾ പോലും കൂട്ടും. എൻ്റെ മക്കൾക്ക് പച്ചക്കറിയെല്ലാം കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്, കഴിച്ച് കിട്ടാനുള്ള പാട്. അതുകൊണ്ട് ഈ ഒരു കറി അവർ കൂട്ടും. വെണ്ടയ്ക്കയുടെ കഷ്ണങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിലും ആ ഒരു ഗ്രേവി കൂട്ടിയിട്ട് ചപ്പാത്തി കഴിച്ചോളും. അതുകൊണ്ട് തന്നെ ധൈര്യത്തിൽ ഈ ഒരു കറി വെക്കുന്നത്. അപ്പോൾ 3 നേരത്തേക്കുള്ള സെറ്റായല്ലോ. അപ്പോൾ ചട്ടി വെച്ച് അതിലേക്ക് കടുക് പൊട്ടിച്ചിട്ട് നമ്മൾ ഉള്ളിയൊക്കെ, തക്കാളി, പച്ചമുളക്, കറിവേപ്പിലൊക്കെ വഴറ്റിയതിന് ശേഷം വെണ്ടയ്ക്കയും വഴറ്റിയതിന് ശേഷം നമ്മൾ ഈ തേങ്ങ വറുത്തരച്ചത് മിക്സിയിൽ നല്ല ഫൈനായിട്ട് അരച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് വെണ്ടയ്ക്ക നല്ലോണം വാടണം കേട്ടോ. അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ നമ്മൾ കറി റെഡി. സിമ്പിളാണ്. അപ്പോൾ ഒരു സൈഡ് ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തോരന് ബീട്രൂട്ടിൻ്റെ വറവ് എന്ന് നമ്മൾ പറയും കേട്ടോ. ആ വറവ് ഉണ്ടാക്കിയെടുക്കണം. അതോടൊപ്പം തന്നെ ഇപ്പുറത്തെ തേങ്ങ ദോശ, സെൻട്രലിൽ നമ്മൾ വെണ്ടയ്ക്ക കറി ഇടണം. അപ്പോൾ 3 അടുപ്പുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിനിടയിൽ മുളകിട്ട കറി സെറ്റായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ഫൈനായിട്ട് അരച്ചാലാണ് കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. സുജാതയുടെ മിക്സി ആവുമ്പോൾ നമുക്ക് തേങ്ങ നല്ലപോലെ അരിഞ്ഞ് കിട്ടുമല്ലോ അല്ലേ, അതൊരു സമാധാനമാണ്. മറ്റുള്ള എനിക്ക് മിക്സി ഒരുപാട് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷേ സുജാതയിലേക്ക് മാറിയപ്പോഴാണ് അതിൻ്റെ വ്യത്യാസം മനസ്സിലാകുന്നത്. വെണ്ടയ്ക്ക ആ ഒരു ഉള്ളിൽ തന്നെ വഴറ്റിയെടുക്കാനാണ് മറന്നു പോയതുകൊണ്ട്. മടിയന്മാർക്ക് ഇരട്ടിപ്പണി, തിരക്കിലല്ലെങ്കിലും അങ്ങനത്തെ പണികളാണല്ലോ വരാം. അതുകൊണ്ട് തന്നെ ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് അത് പിന്നെയും കുറച്ച് വെളിച്ചെണ്ണ എടുക്കേണ്ടി വന്ന് അതിലേക്ക് വഴറ്റിയിട്ട്, വെണ്ടയ്ക്ക പച്ചക്ക് ഇട്ടാൽ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ഒന്ന് എണ്ണയിൽ നിന്ന് വാട്ടിയിട്ട് കറിയിലിടുമ്പോഴായിരിക്കും കുറച്ചും കൂടി കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. ആ ഉള്ളി വാടിയ നെയ്യ് തന്നെ മതി, അതിലേക്ക് ഇട്ടാൽ മതിയായിരുന്നു. എന്നോട് മറന്നു പോയതുകൊണ്ട് പിന്നെ സെപ്പറേറ്റ് ഒരു പാത്രം എടുത്ത് കുറച്ച് നെയ്യ് എടുത്ത് അത് വാട്ടി അതിലേക്ക് ഇട്ട് അങ്ങനെ കുറേ സമയം അങ്ങനെയും പോയി. നെത്തൽ നല്ല വറ്റിച്ചെടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ അതിലേക്ക് ചട്ടി കാച്ചി ഒഴിക്കാം. അപ്പോൾ മോക്ക് ലഞ്ച് ബോക്സ് ചോറ് എടുത്ത് ചിലപ്പോൾ ഞാനിത് ഇട്ട പോലെ തന്നെ തിരിച്ച് വരാൻ ചാൻസ് ഉണ്ട്. കാരണം അത്രയ്ക്കും ഇഷ്ടമല്ല പച്ചക്കറിയും ചോറും ഒന്നും സ്കൂളിൽ കൊടുക്കുന്നത്. പക്ഷേ നമുക്കൊരു സമാധാനമല്ലേ എന്തെങ്കിലുമൊക്കെ കൊടുത്തു എന്നുള്ളത്.
അത് ഞാൻ അധികം ഇപ്പോൾ ആദ്യമൊക്കെ സ്ഥിരമായിട്ട് ചോറൊക്കെ സ്കൂളിൽ കൊടുക്കാറുണ്ട്. ഇപ്പോൾ അവരൊക്കെ വലുതായി, അവർക്ക് ഇഷ്ടമില്ലാത്ത കൊടുത്താൽ തിരിച്ചു കൊണ്ടുവരുന്നു. അതൊക്കെ കൊണ്ട് ഇപ്പോൾ അവർക്ക് എന്താണോ ഇഷ്ടം അതിനനുസരിച്ച് പ്ലാൻ ചെയ്യലാണ് അങ്ങനെ. പക്ഷേ ഞാൻ ഇന്ന് എന്തായാലും എനിക്ക് വേറൊന്നും ഉണ്ടാക്കാൻ സമയവുമില്ല. എനിക്കാണെങ്കിൽ പോവുകയും വേണം. കുറേ ദിവസം ബിരിയാണിയൊക്കെ തിന്നിട്ട് ഒരു സാദാ ചോറും കറിയൊക്കെ തിന്നാനുള്ളൊരു ടെൻഡൻസി വരുമല്ലോ നമുക്ക്. ഫംഗ്ഷനോട് ഫംഗ്ഷനാണ്. ഫംഗ്ഷന് പോയാൽ ഇത്രേ ഐറ്റംസ് ബിരിയാണി കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇപ്പുറത്തെ ചോറ് വെറും ചോറ് എടുത്ത് കഴിക്കാനുള്ള അത്ര വലിയ മഹാമനസ്കതയൊന്നും എനിക്കില്ല. അപ്പം ഞാൻ സാദാ ചോറിനെ അങ്ങനെ ഓർക്കാറേ ഇല്ല. പിന്നെ സദ്യയൊക്കെ ഉണ്ടെങ്കിൽ ഒരു എന്താണ് ഇഷ്ടമാണ്. പക്ഷേ സദ്യ ഒന്നും കഴിക്കാൻ നമുക്ക് ഒറ്റയ്ക്ക് പോയിട്ട് ആ ഒരു സെക്ഷനിൽ പോയി ഇരിക്കണം. കൂടെയുള്ള ആൾക്കാർക്കൊന്നും സദ്യ വേണ്ടായിരിക്കും. അപ്പോൾ പലപ്പോഴും എനിക്ക് സദ്യ കഴിക്കാനും പറ്റാറില്ല. അങ്ങനെ ഒരു സൈഡിൽ ക്ലീനിങ് നടന്ന് ഒരു സൈഡിൽ ദോശ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് 8 മണിയാകുമ്പോഴത്തേക്ക് എൻ്റെ ഏകദേശം കഴിഞ്ഞ് 7:45 മോള് പോകുന്ന എടിപിടി തിരക്കിൽ എനിക്ക് പിന്നെ അത് കംപ്ലീറ്റ് ആയിട്ട് കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഫുള്ള് ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് കിച്ചണെല്ലാം തുടച്ച് കുക്ക് ചെയ്താൽ പിന്നെ എനിക്ക് കിച്ചൺ തുടക്കാതെ പറ്റില്ല കേട്ടോ. ഡെയിലി ക്ലീൻ ചെയ്യണം. അത് ക്ലീൻ ചെയ്തിട്ടില്ല സമാധാനക്കുറവാണ്. അതിൻ്റെ ഓർഡറൊക്കെ എടുത്ത് പിന്നെ ഈ കറിയും ചോറും ഒക്കെ കഴിച്ച് കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞ് അതിനിടെ കുറേ കാര്യങ്ങൾ 10 മണിക്ക് നമ്മൾ ബിസിനസ്സിന് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയാണ്. അപ്പോൾ ഇൻഷാ